ചെയ്ത കാര്യമായിരുന്നു കുഴപ്പമില്ലായിരുന്നു വെച്ചാ, ഞാൻ ചെയ്യാത്ത കാര്യത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു തരുത്തിയാൽ പിന്നെ എന്ത് ചെയ്യും? ആർക്കും എന്നെ ഒന്നോട്ട് മനസ്സിലാകുന്നില്ല. എത്രമാത്രം ഞാൻ പറയാൻ ശ്രമിച്ചിട്ടും ആരും എന്നെ കേൾക്കുന്നില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ വിഷയങ്ങൾ ഇതല്ലേ. വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് ഒരിക്കൽ 2 കത്തുകൾ കിട്ടുകയാണ്. ആദ്യത്തെ കത്തിൽ അദ്ദേഹത്തെ വാനോളം ഉയർത്തുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2ാമത്തെ കത്തിലാകട്ടെ അദ്ദേഹത്തെ താറടിച്ച് കിട്ടുന്ന പല സംഗതികളും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആദ്യത്തെ കത്ത് എൻ്റെ യഥാർത്ഥ മൂല്യം ഒട്ടും ഉയർത്തുന്നില്ല, 2ാമത്തെ കത്തും എൻ്റെ യഥാർത്ഥ മൂല്യം ഒട്ടും താഴ്ത്തുന്നുമില്ല. ഇന്നെൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ പൊക്കി പറയുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഒരുപക്ഷെ നാളെ എന്നെ താഴ്ത്തി പറഞ്ഞെന്ന് വരാം, എന്നെ ചതിച്ചിട്ട് പോയെന്ന് വരാം. മനുഷ്യരുടെ വാക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ആരാണ് എന്നൊരു ബോധ്യം എനിക്കാദ്യം ഉണ്ടാകണം. അത് മറ്റൊരാൾ പറയുന്നതനുസരിച്ച് മാറാനുള്ളതല്ല. നമ്മളെപ്പറ്റിയുള്ള മനുഷ്യരുടെ വാക്കുകളല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ടത്. എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ വിചാരം എന്താണ്? ഇന്നത്തെ സുവിശേഷത്തിൽ ഫരിസേരെ നിയമജ്ഞരെ ഈശോ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്. ഈശോയുടെ വലിയൊരു സങ്കടമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് എന്നെപ്പറ്റി ഈശോ പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും വകയുണ്ടാകും? എന്നെപ്പറ്റിയുള്ള ഈശോയുടെ അഭിപ്രായം എന്തായിരിക്കും? ആളുകളുടെ അഭിപ്രായങ്ങൾ ഓർത്ത് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടാറുണ്ട്. എന്നാൽ ഈശോയ്ക്ക് എന്നെപ്പറ്റി എന്തായിരിക്കും വിചാരം? ഈശോ എന്നെപ്പറ്റി എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് എന്ന് എന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ?